ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഫേസ് റിവീൽ ചെയ്തിട്ട് ഇന്ന് വരെ വേണ്ട ഇവരെ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്നാണ് കേട്ടോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ വിചാരിച്ചത്. ഇവൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടാം എന്നുള്ളതാണ് വിചാരിച്ചത്. പിന്നെ ചില വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് വരാൻ കാരണം എന്ന് ചോദിച്ചാൽ ആദ്യം പറയട്ടെ, ഒരുപാട് നന്ദിയുണ്ട്. എന്താണ് നിൽക്ക് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കട്ടെ. എന്താണ് ഇവിടെ നിൽക്കും. അപ്പോൾ ആദ്യം പറയട്ടെ, നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ പേര് നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് അതിന്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമുക്കിന്നൊരു കമൻറ്റ് വന്നു കേട്ടോ. മെയിനായിട്ട് ശരി, അവൾ പോട്ടെ കേട്ടോ, ഞാൻ അവിടെ ബുദ്ധിമുട്ടിക്കണ്ട. നമ്മൾ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ ഇരിക്കേണ്ടത് ഇവിടെ ഇരിച്ചിട്ടുണ്ട് കേട്ടോ, കാണണ്ടാ കുട്ടി ഇരുന്നോട്ടാ. ഞാനൊരു ബാഗിൻ്റെ മേലിങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ് ഫോണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് സംസാരിക്കാറുണ്ടല്ലേ. അപ്പോൾ പറയാൻ വന്നത് വേറൊന്നുമല്ല, നമ്മളുടെ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ. അവളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അവളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ അവളുടെ ഒരു ഇതാണ് അത്. നിങ്ങൾക്ക് എല്ലാവർക്കും പെറ്റ്സിന് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ കുറേ പേര് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഞാനപ്പോൾ അവളുടെ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഇട്ടത്. പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരാൾ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തിരിക്കണു. അതായത് നിങ്ങളുടെ ലൈക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ മിണ്ടാപ്രാണികളെ വെച്ചിട്ട് ആക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ഡിസ്ലൈക്കാണ് എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എന്ത് വേണമെങ്കിലും ആവാം, ഡിസ്ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ കാണാണ്ടിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ സഹോദരൻ, നിങ്ങളടുത്ത് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. കാരണം നമ്മൾ മിണ്ടാപ്രാണികളുടെ പട്ടിണിക്കിട്ട ഒരു സ്വഭാവം നമുക്കില്ല, ഇനി അങ്ങനെ ഉണ്ടാവുമില്ല. അത് ഏതൊരു മനുഷ്യനും ചെയ്യാതിരിക്കട്ടെ അല്ലേ. മിണ്ടാപ്രാണികളിൽ ആരെങ്കിലും മനുഷ്യത്വം ഉള്ളവരാരെങ്കിലും ഈ മിണ്ടാപ്രാണികളിൽ പട്ടിണിക്കിടുമോ? ആദ്യം ആ വീഡിയോ ഒന്ന് കറക്റ്റായി കാണുക സഹോദര. എനിക്കതേ പറയാനുള്ളൂ നിങ്ങളുടെ അടുത്ത്. എന്താണ് ചോദിച്ചു പറഞ്ഞാൽ, ആൾ പട്ടിണിക്കിടുന്നതായിട്ട് നമ്മൾ എന്തെങ്കിലും വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാകും. നിങ്ങൾ ഇത്രയും പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഇതിൽ നമ്മൾ അവരിനെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണുണ്ടോ? നമ്മൾ അങ്ങനെ ഇവരിനെ പട്ടിണിക്കിടേണ്ട കാര്യമാണ് വെച്ചാൽ നമ്മൾ എന്തായാലും ഒരു പപ്പീസിനൊക്കെ എത്ര റേറ്റാണ്, അത് കൊടുത്ത് നമ്മൾ ഇവർ മേടിക്കേണ്ട കാര്യമുണ്ടോ? അതൊന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സ് വേണ്ടേ നിങ്ങൾക്ക്? പിന്നെന്താണ്, കുറേ പേര് നല്ലതും പറയും, കുറേ പേര് ചീത്തയും പറയും. സോഷ്യൽ മീഡിയ ആണ്, അത് നമുക്കും അറിയാം, അത് കാര്യമില്ല. പക്ഷേ എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ സഹിക്കുക, പക്ഷേ ഇവരിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ പട്ടിണിക്കിട്ടു എന്ന് പറയുമ്പോൾ എനിക്കെന്തോ അല്ലാണ്ട് മനസ്സിൽ കൊണ്ടുകൂട്ടാ. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അഖിലേട്ടൻ്റെ അടുത്ത് അഖിലേട്ടൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അഖിലേട്ടൻ അതൊക്കെ വരും, അതൊന്നും കാര്യമാക്കണ്ട നീ എന്നാ പറഞ്ഞത്. എനിക്കെന്തോ അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം. നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് മൈനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, തുറന്ന് പറഞ്ഞോളേ. കാരണം നിങ്ങൾ മുഖേനയാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് സബ് കയറാനും ഒക്കെ നിങ്ങളാണ് കാരണം. സോ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ നിങ്ങൾക്ക് പറയാം. പിന്നെ ഇവരിനെ വെച്ചിട്ട് ഞങ്ങൾ ഒരു തരത്തിലും ആർക്കും അവരിനെ ആദ്യം സേഫാക്കിയിട്ട് ഞങ്ങൾ ഏതൊരു വീഡിയോയും ചെയ്തിട്ടുള്ളൂ അല്ലേ, അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആകെ 2 മാസമായിട്ടുള്ളൂ കേട്ടോ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇവരെന്തായാലും നമ്മളെ കൂടെയുണ്ട്. അപ്പോൾ ഇവരിനെ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ഒരുപാട് നന്ദി. ഈ കുറുമ്പി കാണിക്കുന്ന നോക്ക്. ശരി, നമ്മൾ താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ബെഡിലല്ലേ, താഴെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണം. ഹായ് പറയും മോനെ, ഹായ് പറയില്ല ദേഷ്യമാണ്. നമ്മൾ ഇതാക്കണ്ട കേട്ടോ, അവളുടെ താഴെ ഇവിടെ. അപ്പോൾ ഒരിക്കൽ കൂടി പറയണം, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ അഖിലേട്ടൻ സംസാരിക്കാൻ വരാൻ അഖിലേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ, അവർ സംസാരിക്കാൻ വരുന്നില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. നമ്മളിനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നെഗറ്റീവ് പറയണവരൊക്കെ പറയട്ടെ, സാരമില്ല. അവർക്കും നമ്മൾ കാണുന്ന അതേ രീതിയിൽ അവർ കാണണമെന്നില്ലല്ലോ, അതുകൊണ്ട് സാരമില്ല, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കുറേ പേരുണ്ടാവുള്ളൂ. ഞാൻ ഇങ്ങനെ ചെയ്യില്ല സത്യം പറഞ്ഞാൽ, പക്ഷേ എനിക്ക് നല്ലോണം സങ്കടമായിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തപ്പോൾ എത്രത്തോളം സന്തോഷിച്ചോ. പക്ഷേ ഈ ഒരാളിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ടായി. കാരണം ഇതിന് മുന്നേ ചെറിയ നെഗറ്റീവൊക്കെ വന്നിട്ടുണ്ട്, നമുക്കില്ല എന്നൊന്നുമില്ല. പക്ഷെ അതൊന്നും കാര്യമില്ല. അതൊക്കെ ഞാൻ എന്നെ പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു, അതൊന്നും കാര്യമില്ല. പക്ഷേ എനിക്ക് ഇതിനെ പട്ടിണി കിട്ടുമോ പറഞ്ഞപ്പോൾ നമ്മൾ ഓരോ നിമിഷവും അവനെ കെയർ ചെയ്യണം. ഞാൻ ഉണ്ണിക്ക് രാവിലെ, നിങ്ങൾക്കറിയാം ചില വീഡിയോസിലിട്ടുണ്ട്, ഞാൻ ഉണ്ണിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു 5:30 ടൈമിലൊക്കെയാണ് എനിക്ക്, 5 മണി 5:30 ആ ടൈമിലാണ് ഏർലി മോർണിംഗ് എണിക്കുന്നത് കേട്ടോ. പക്ഷേ ആ ടൈമിൽ തന്നെയാണ് അവൾക്ക് വേഗം ആദ്യം ഉണ്ടാക്കുന്നത്. അവൾക്ക് എന്തെങ്കിലും സെർലാക്ക് അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഇച്ചിരി പാല് കാച്ചിട്ട് അതിൽ കുറച്ച് പെഡിഗ്രിയൊക്കെ ആഡ് ചെയ്ത് അവൾക്ക് ആദ്യം വയറ് നിറച്ചിട്ടാണ് ഞാൻ അടുത്ത പണിക്ക് പോണത്. അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാവണത്. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും ചെയ്തിട്ട്
പിന്നെ നമുക്ക് ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ അല്ലേ. ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ പലവരും പറയും, അതൊന്നും കാര്യമില്ല, അത് അവരുടെ ഇഷ്ടം. പക്ഷെ എന്തോ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരെ നിങ്ങളല്ലേ, അല്ലെങ്കിൽ നമുക്കൊരു സ്നേഹം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു സ്നേഹം നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത്ര സബ്ബായിട്ട് കയറാൻ നമ്മളെ കൂടെ പറ്റിയിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ എല്ലാ കാര്യവും ഞങ്ങളുടെ അറിയണം, അതുകൊണ്ട് മാത്രം പറയണം. കാരണം ഇത്രയും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പറയാതിരുന്നു വെച്ചാൽ അത് മോശമാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഒരിക്കലും അവരിനെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യില്ല. അത് ഞാൻ 100-101% നിങ്ങൾക്ക് ഉറപ്പ് തരാം. നമ്മളാണെങ്കിൽ ശരി, അഖിലേട്ടനാണെങ്കിൽ ശരി, നമുക്ക് അങ്ങനെയുള്ളൊരു മൈൻഡൊന്നും ഇല്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ശരി, നമ്മൾ എത്ര പറയാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരുപാട് നന്ദി, ഹൃദയത്തിൽ തൊട്ടിട്ട് നന്ദി പറയണം. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തർക്കും ഒരുപാട് നന്ദി. പിന്നെ നെഗറ്റീവ് പറയുന്നവരുടെ കൊടുക്കും ഒരുപാട് നന്ദി. നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ടതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് നെഗറ്റീവ് പറയാൻ തോന്നിയത്. അപ്പോൾ കണ്ടതിനും ഒരുപാട് നന്ദി. ഇത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. നമ്മളതിനൊന്നും ബാധകമല്ല. കാരണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഒരുപാട് നന്ദിട്ടാ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ. ശരി, ഞാൻ നിർത്തുകയാണ്.